ഹാപ്പിനെസ് ലിസണർ എല്ലാവരും സുഖമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കാൻ പോകുന്നത് ബിസിനസ് ടോക്ക്, അതുകൂടാതെ സ്പിരിച്വൽ ടോക്ക്. ഇന്നിപ്പം ഞാൻ ഓൾറെഡി നിങ്ങളിപ്പം യൂട്യൂബിൽ ശ്രദ്ധിച്ചു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്പിരിച്വൽ ടോക്ക്, ഫാമിലി ടോക്ക് ആൻഡ് ബിസിനസ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്ന സ്പിരിച്വൽ ടോക്കാണ്. അപ്പം നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കാണേണ്ടത് സ്പിരിച്വൽ ടോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റ് ആണ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ എല്ലാ വീഡിയോകളിലും പറയുന്നത് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നത് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് എനിക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയാൻ കഴിഞ്ഞതിന് നന്ദി പറയുന്നു. അഡ്വാൻസ് ലെറ്ററോട് പറഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നിപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് സറണ്ടർ പ്രോസസ് അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് കാണുന്നവര് വളരെ ശാന്തമായ മനസ്സിലൊരു പോസിറ്റീവായ മൈൻഡ് സെറ്റ് ഉള്ളത്, അതുപോലെ വളരെ നിങ്ങളൊരു കാമായിരിക്കുന്ന സമയത്താണ്. ഓക്കെ, അപ്പം അതാണ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നത്. ഇനി അത് ഒരു തവണ കണ്ടാല് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ 2-3 തവണ ഈ വീഡിയോ കണ്ടെങ്കിൽ അതിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്പിരിച്വൽ ടോക്സ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഇതൊരു സമർപ്പണം അല്ലെങ്കിൽ സറണ്ടർ പ്രോസസ്. ഒരു എക്സാമ്പിളോട് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാം. നമ്മൾ പലപ്പോഴും നമ്മളൊരു ഫംഗ്ഷന് പോയാലോ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് തലവേദന അല്ലെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വല്ലാത്തൊരു ഒരു എന്താ പറയാ ഒരു അസ്വസ്ഥത, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. വിചാരിച്ച കാര്യങ്ങൾ നടക്കാതാവുക, അതിപ്പം സാമ്പത്തികമാകട്ടെ, ആരോഗ്യപരമാകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്തിന്റെ രീതിയിലാവട്ടെ, ഇങ്ങനെ എന്ത് കാര്യത്തിലായാലും കംപ്ലീറ്റ് ഒരു തടസ്സം. അത് എന്തുകൊണ്ടാണ്? പിന്നെ പലപ്പോഴും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം പ്ലാനിങ്ങോടെയായിരുന്നു പോയത്, ഞാൻ ഫുള്ള് പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷെ എന്തുകൊണ്ട് എന്നറിയില്ല എനിക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട്, എന്തോ എന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നല് നിങ്ങൾക്ക് പലപ്പോഴായി തോന്നുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം നമ്മള് ഈ ഒരു യൂണിവേഴ്സില് എല്ലാം പ്രവർത്തിക്കുന്നത് എനർജിയിലൂടെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു ഫംഗ്ഷനിൽ പോയാൽ തന്നെ നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെടും. നമ്മൾക്ക് അറിയാത്തവരും അറിയുന്നവരായ ഒരുപാട് പേര് പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ എനർജി നമ്മളിൽ അട്രാക്ട് ചെയ്യുന്നു. അപ്പം ആ എനർജി അട്രാക്ട് ചെയ്യുമ്പോൾ ഇപ്പം സപ്പോസ് അവരിപ്പോ പോസിറ്റീവ് ആണെങ്കിൽ അവര് അത് നമുക്കൊരു ഇതുണ്ടാവും, നമ്മള് കൂളായിട്ട് നമ്മൾ തിരിച്ചറിയും. പക്ഷെ വേറൊരു രീതിയിലാണ് അവർ ചിലപ്പം ജലസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ജലസ് എന്ന അസൂയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര എന്താ പറയാ നമ്മളെ ഓരോ നെഗറ്റീവ് വേർഡ്സ് അല്ല എനിക്കിപ്പോ കിട്ടുന്നില്ല, ഓരോ രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യുന്ന സമയത്താണ് ആ എനർജി നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ആ അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അതിന്റെ റിസൾട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. ഇപ്പം നമുക്ക് അസുഖപരമായി നമ്മൾ വിചാരിക്കാതിരിക്കും ചിലപ്പോൾ ഒരു പനി വരും, അല്ല
അല്ലെങ്കിൽ ഒരു ജലദോഷം വരും, ചിലപ്പം ഭയങ്കര ഫുള്ള് ബോഡി പെയിൻ, ഫുള്ള് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾ പറഞ്ഞു ഞാൻ നാളെ എനിക്കൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സാമ്പത്തിക അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് പാർട്ട്ണറെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ഡിസ്കസ് ചെയ്യുന്ന പേഴ്സൺ കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ പോകാൻ പറ്റൂ. അപ്പൊ അതിനുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, ഇത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് പറയുന്നതാണ്, നമ്മള് എല്ലാ കാര്യവും നമ്മുടെ മെയിൻ ആയ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വളരെയധികം ബുദ്ധിപൂർവം ചിന്തിച്ചിട്ട് വേണം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ. കാരണം എല്ലാവരും ഒരേ രീതിയിലല്ല ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നത്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ സൈലന്റ് ആയിട്ട്, നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എബിലിറ്റി വെച്ച് നമുക്ക് നന്ദി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും എന്നുള്ള ബിലീഫ് ഉണ്ടെങ്കിൽ വേറെ ആരോടും പറഞ്ഞു നടന്ന് അവരുടെ വാലിഡേഷൻ വാങ്ങിക്കേണ്ട ആവശ്യം. ഇനി നമ്മളെ സ്പിരിച്വാലിറ്റി രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു വന്നാൽ, ഓരോ വ്യക്തിയിലുമുള്ള എനർജി നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ആ അട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഞാനിപ്പം ഓൾറെഡി മെൻഷൻ ചെയ്ത സാമ്പത്തികപരമായുള്ളതോ ആരോഗ്യപരമായുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു 2 പ്രോസസ്സ് ഉണ്ട്. ഇതിന്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ, നമ്മൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യുന്നത്, ലെറ്റ് ഗോ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതാണ്, റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാതെ ഇതിനേക്കാൾ ഏറ്റവും വലിയ പവർ എന്താണെന്നറിയാം, ഈശ്വര പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെയാണ് നമ്മളെ എല്ലാ പ്രോബ്ലങ്ങളും പോകുന്നത്. പലപ്പോഴും പല സ്ഥലത്തും കേൾക്കാറുണ്ട്, നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ബ്ലോക്ക് വന്നാൽ നമ്മൾ ഒരുപാട് ഈ എന്താ പറയാ, കയ്യിൽ ഓരോരോ മാല ജനിച്ച് കെട്ടുക, അല്ലെങ്കിൽ അതൊന്നും ആവശ്യം ഇല്ല. ഇത് ജസ്റ്റ് ഞാൻ പൊതുവായി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ആരും വിശ്വാസം ഞാൻ തെറ്റിച്ചിട്ടില്ല. ഇത് പൊതുവായുള്ള ഒരു കാര്യമാണ്. ഇതിനേക്കാളും ഏറ്റവും വലിയതാണ് ദൈവത്തോടുള്ള ഭക്തി. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനോട് പറയണം, എന്റെ ഭഗവാനെ, ഞാൻ ഇന്ന ഒരു പ്രോബ്ലത്തിൽ പെട്ടിരിക്കുകയാണ്. ഞാൻ പ്രോബ്ലത്തിന്റെ ഓൾറെഡി പറഞ്ഞു ബ്ലെസ്സിങ്, ഈ ഒരു ബ്ലെസ്സിങ്ങിൽ ഞാൻ പെട്ടിരിക്കുകയാണ്, എന്നെ ഇതിൽ നിന്ന് കരകയറ്റുന്നേ. ഞാൻ അതുപോലെ തന്നെ ഈ ശിവനാമത്തിൽ പറഞ്ഞല്ലേ, ആ ഒരു വരി ഓർമ്മയുണ്ടോ എന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യണം. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാരി ഞാൻ, ഈ നരകത്തിൽ നിന്നും എന്നെ കരകയറ്റി നിർത്തണമേ, തിരുവൈക്കും വാഴും ശിവശങ്കർ. അവിടെയും പറയുന്നതാണ്, എനിക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു ബ്ലോക്ക് വന്നിട്ടാണ്, എന്നെ ഇതിൽ നിന്നും ഒന്ന് മുക്തനാക്കി തരണമേ എന്നാണ് അവിടെ ആവശ്യം. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യം. എന്താണോ നമ്മുടെ ഉള്ളിൽ വന്ന എനർജി, അത് നമ്മുടെ വിട്ടുപോയി, പിന്നെ നമുക്ക് ഒരു ബ്ലോക്കും അവിടെ വരുള്ളൂ. ഇതാണ് ഫസ്റ്റ് കോമൺ ആയിട്ട് കറണ്ട് പ്രോസസ്. ഈശ്വരിലേക്ക് എല്ലാം സമർപ്പിച്ചാൽ നമ്മൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം കാണാം. പിന്നെയുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷന്റെ ഒരു പ്രയർ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. വളരെ യൂസ്ഫുൾ ഉള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പൊതുവെ ഇപ്പം ലോ ഓഫ് അട്രാക്ഷനൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ചക്ര ബാലൻസിങ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിൽ 7 ചക്രങ്ങളാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയാം. ആ 7 ചക്രയും
നമ്മൾ ക്ലെൻസ് ചെയ്യണം. അതായത് നമ്മൾ പ്യൂരിഫൈ ചെയ്താൽ നമുക്ക് ഈ എല്ലാ ബ്ലോക്കുകളും മാറിക്കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ. ഈ രണ്ട് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളെ സ്വന്തം ഡൗൺ ആവുകയോ അല്ലെങ്കിൽ വേറൊരാളോട് ഡിസ്കസ് ചെയ്ത് പ്രശ്നം വഷളാക്കുകയോ ചെയ്യേണ്ട നിങ്ങൾക്ക് വരുന്നില്ല. അപ്പം പലപ്പോഴും നിങ്ങൾക്ക് തലവേദനയും അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഡിഫറെന്റ് എനർജീസ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം നമ്മുടെ സമൂഹത്തില് ഒരുപാട് നല്ല ആൾക്കാർ, ഒരുപാട് കുറച്ച് നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പൊതുവായ ഒരു കാര്യമാണ്, ഞാൻ ആരും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മള് അതില് പലതരം നമ്മളെ അറിഞ്ഞോ അറിയാതെ നമ്മളെ ഒന്ന് ഹേർട്ട് ചെയ്ത്, ആ ഹേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് അവരുടെ മൂർച്ചയേറിയ വാക്കുകളാണ്. ഇവിടെ മഹാത്മാനായ ഈ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും മൂർച്ചയേറിയ അവയവമാണ് നമ്മുടെ നാക്ക്. കത്തിയേക്കാളും മൂർച്ചയുള്ള അവയവമാണ് നാക്ക്. കാരണം നാക്കിലൂടെ നമ്മൾ വാക്കിലൂടെ എന്തൊക്കെ പറയുന്നു ആ ഒരു വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. ഒരു കത്തി എങ്ങനെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങുന്നു അതിനേക്കാളും നേരെ മൂർച്ചയുള്ളതാണ് ആ ഒരു വാക്ക്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പം പറയേണ്ടവര് അവരറിഞ്ഞോ അറിയാതെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവരത് പറഞ്ഞു. പക്ഷെ അത് തിരിച്ച് റെസ്പോണ്ട് അല്ല, തിരിച്ച് കേൾക്കേണ്ടി വന്ന നിങ്ങളുടെ അവസ്ഥ നിങ്ങളത് വല്ലാതെ അലക്കുന്നു അല്ലേ? അപ്പം ഇതിനുള്ള പ്രോസസ്സാണ് സമർപ്പണം. കാരണം നമ്മള് ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ഷെയിമോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയാ, വളരെ നല്ല രീതിയിൽ തോന്നാത്ത ഒരു കാര്യം ഷെയിം എന്നാണ് എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മള് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പ്രസന്റില് നമുക്ക് എന്തൊക്കെയോ ലൈഫിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഹേർട്ട് ചെയ്ത കാരണം ഒന്നും ആലോചിക്കാൻ പറ്റാതെ ഫുള്ള് ബ്ലാങ്ക് ആയ ഒരു അവസ്ഥയാണ് അപ്പം നിങ്ങൾക്ക് തോന്നാം. അപ്പൊ അതിന് ചെയ്യേണ്ട എന്താണ്, അവരുടെ നല്ല കാര്യത്തിൽ ബ്ലെസ് ചെയ്യും, അവരോട് ക്ഷമ ചോദിക്കും. ഇത് എന്താന്ന് വെച്ചാല് ഇത് കേൾക്കുന്ന പലവരും വിചാരിക്കും, ഷോ എന്നെ അത്രയും ഹേർട്ട് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ ക്ഷമ ചോദിക്കും എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഇനി അടുത്തത്. കാരണം അവരുടെ എനർജി എത്രത്തോളം, നിങ്ങൾ എത്രത്തോളം ആ ഒരു വേദന നിങ്ങളുടെ മനസ്സിൽ വെക്കുന്നുവോ അത്രത്തോളം അവരുടെ എനർജി നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനർജി വഴി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ആ മറ്റൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, നിങ്ങളെ സേഫ് ആക്കുക എന്നാണ് അവിടെ ചെയ്യുന്നത്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദൈവത്തോട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ, അതുപോലെ ചക്ര ഇത് മൂന്നും ചെയ്താൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകും. ഇത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഇനി മുതൽ നിങ്ങൾക്ക് ഇനി എന്ത് വല്ലാത്തൊരു ഏത് സിറ്റുവേഷൻ ആയാലും, എന്ത് ബ്ലെസ്സിങ്സ് ആയാലും, അത് മണി ബ്ലെസ്സിങ്സ് ആണോ അല്ലെങ്കിൽ ഹെൽത്ത് ബ്ലെസ്സിങ്സ് ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ ഫാമിലി ബ്ലെസ്സിങ്സ് ആണോ, എന്തൊരു ബ്ലെസ്സിങ്സ് ആയാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം.
വളരെ യൂസ്ഫുൾ ഉള്ള ഒരു കാര്യം. ഇവിടെ ഞാൻ അഡ്വർടൈസ്മെന്റ് ഒന്നുമല്ല, ഇത് സ്പിരിച്വൽ ആയിട്ട് നല്ല ഗ്രന്ഥങ്ങൾ ഒരുപാട് വലിയ വലിയ പ്രമുഖമാണ് പവർ ഓഫ് പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ അത്രത്തോളം മഹത്വമുള്ള കാര്യമാണ് സമർപ്പണം അല്ലെങ്കിൽ സറണ്ടർ എന്ന ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫ്രീ ആയി, നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇപ്പൊ നിങ്ങളൊരു ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നിങ്ങളെ വേറെ ഒരു എനർജി ചെയ്യുന്നില്ല. യു കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കംപ്ലീറ്റ്ലി ഫ്രീ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് അങ്ങനെ ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് വേണം ഈ ഒരു വേർഡ് കേൾക്കാൻ. അപ്പൊ തന്നെ നിങ്ങൾക്ക് വലിയൊരു റിലാക്സേഷൻ ആയിട്ട് അല്ലെ? സ്വന്തമായിട്ട് ഒരു വലിയ ബ്ലെസ്സിങ്സ് പുറത്തിറങ്ങാന്ന് വെച്ചാല് നമുക്കൊരു ഫ്രീഡം കിട്ടിയതിന് ഈക്വലാണ് അല്ലെ? നമുക്ക് ഓരോരോ ബ്ലെസ്സിങ്സ് വേണ്ടിയിട്ടാണോ നമ്മൾ ജീവിതം ജീവിക്കണേ? അല്ലല്ലോ. ഒറ്റ ജീവിതമുള്ളൂ, അത് ഹാപ്പിയായി സന്തോഷമായി ജീവിക്കാനുള്ളൂ നമ്മൾ വിചാരിക്കാം. എല്ലാവരും അങ്ങനെയാണ്. ഈ സമയത്ത് എനിക്ക് ഓർക്കാനുള്ള ഒരു വരി എന്ന് വെച്ചാൽ നമ്മുടെ ഏവരും ഓണം സമയത്ത് ഓർക്കുന്ന നമ്മുടെ മഹാബലി മഹാരാജ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തന്നാർക്കുമുട്ടിലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനാഴിയും ഈ ഒരു വരി എന്ന് പറയുന്നത് അതിൽ തന്നെ പറയും മഹാബലി നാട് വാണിയിരുന്ന കാലത്ത്, മഹാബലി രാജാവ് ഭരിച്ചിരുന്ന സമയത്ത് കള്ളമില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സത്യം മാത്രമേ ഉള്ളൂ. എവിടെയും ആരെയും പറ്റിച്ചോ വെട്ടിച്ചോ ഒന്നും നേടിയിട്ടില്ല. എല്ലാവരും ഒരുപോലെയാണ്. അവിടെ സെൽഫിഷ് ആവുന്നത് എന്നുവെച്ചാൽ എന്റെ രീതിയിലുള്ള ഒരു വാക്കില്ല. എല്ലാം നമുക്കുള്ളതാണ്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് വരികയാണെങ്കിൽ അത് അയാളുടെ മാത്രം ബ്ലെസ്സിങ്സ് അല്ല, നമ്മുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ആണ്. അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലാണ് അതിൽ ഓരോ വരിയും എടുത്ത്. അപ്പൊ ഇവിടെ നമ്മുടെ ടോപ്പിക്കിൽ വരികയാണെങ്കിൽ സറണ്ടർ ഇത് ഡെയിലി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താ വേണമെന്നത് നിങ്ങൾക്ക് എന്നോട് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ സ്പിരിച്വൽ ടോക്ക് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ ഈ ഒരു ടോപ്പിക്ക് എനിക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. ഞാൻ ഡെയിലി ഓരോ വീഡിയോസ് ഇടുന്നതാണ്. അപ്പം നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്കും കമന്റിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഷെയർ. കാരണം ഒരു ഷെയർ ചിലപ്പം വേറെ ഒരാൾക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കും നിങ്ങൾ അത് കൊടുക്കുക. ആർക്കൊക്കെ ഉപകാരപ്പെടുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു ടോക്ക് കേൾക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പല ആൾക്കാരും പല ബ്ലെസ്സിങ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എങ്ങനെ മറികടക്കണം എന്ന് അറിയില്ല. അതുകൊണ്ട് ഈ ഒരു വാല്യുബിൾ ആയിട്ട് വരുന്നു നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനൊരു ഫാമിലി കോച്ചാണ്.
നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫാമിലി റിലേറ്റഡ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയിലൂടെ നിങ്ങൾക്ക് എന്നെ മെയിൽ ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ സമയം അനുസരിച്ച് നിങ്ങളോട് പറയുന്നതാണ്. അപ്പം ഞാൻ 1-to-1 കൺസൾട്ടേഷനാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 1 person. ഓക്കെ. അപ്പം നിങ്ങൾ എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് സെഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്നെ സമീപിച്ചാൽ അല്ലെങ്കിൽ എന്നെ മെയിലിലൂടെ ജസ്റ്റ് മെയിൽ അയച്ച് ബന്ധപ്പെട്ടാൽ ഞാൻ എന്തായാലും നിങ്ങൾക്കുള്ള ഞാൻ കൺസൾട്ടേഷൻ ഇതും എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയുന്നതാണ്. ഓക്കെ. അപ്പം എല്ലാവരും ഓരോ വീഡിയോ മറക്കാതെ കാണുക. ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉപകാരപ്പെടുന്നോ എല്ലാവരും വെറുതെ ഒന്ന് കേൾക്കാതെ അതൊക്കെ ഒന്ന് ഒരു ഇപ്പം നിങ്ങളൊരു ഡയറി ഒക്കെ എഴുതുന്ന ആളാണെങ്കിൽ ജസ്റ്റ് ഒരു ഡയറി ഒക്കെ എടുത്തിട്ട് അതിൽ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റിവാർഡാണ്. കാരണം എനിക്ക് വേണ്ട ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. എനിക്കിതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റി, അറിയാൻ പറ്റി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അതുപോലെ നിങ്ങളോടുള്ള കോൺഫിഡൻസും നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബിലീഫും കൂടുതലും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും നല്ല രീതിയിൽ നല്ല ആരോഗ്യവും നല്ല സാമ്പത്തികമായ ബ്ലെസ്സിങ്സും ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു.